ലേക്ക് സ്വാഗതം. വെറും 200 തിയേറ്ററുകളിൽ ഇറങ്ങിയ മമ്മൂട്ടിയുടെ ഭ്രമയുഗം ഇന്ന് ചർച്ചാ വിഷയമാകുന്നത് മമ്മൂട്ടിയുടെ പ്രകടനം കൊണ്ട് മാത്രമല്ല, സിനിമയുടെ ക്വാളിറ്റി കൂടി കൊണ്ട് തന്നെയാണ്. എന്താണെങ്കിലും ഇങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള സിനിമയെ ഏറ്റവും മികച്ച രീതിയിലേക്ക് എത്തിക്കുന്നത് മമ്മൂട്ടിയുടെ പെർഫോമൻസ് തന്നെയാണ് എന്നുള്ളതാണ്. പലരും പലരുടെ പേരുകളും എടുത്ത് ഹൈലൈറ്റ് ചെയ്ത്, അതായത് സ്വാഭാവികമായിട്ടും മമ്മൂട്ടിയോ മോഹൻലാലോ ഒരു സിനിമയിൽ നല്ല വേഷം ചെയ്താൽ കൂടെ അഭിനയിക്കുന്നവരോ അല്ലെങ്കിൽ അടുത്തിറങ്ങുന്ന പടങ്ങളോ മികച്ചതാക്കുന്നത് കോമൺ ട്രെൻഡാണ് മലയാളത്തിൽ. ഇവിടെയും അത് കാണുമ്പോൾ ഒരു കാര്യം പറയാം, മമ്മൂട്ടിയുടെ ഓരോ സൂക്ഷ്മ അഭിനയങ്ങൾ, സൂക്ഷ്മ ഭാവങ്ങൾ എന്ന് തന്നെ പറയാം, അത് അമ്മാതിരി തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയ്ക്ക് ഇത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിച്ചില്ല. പറഞ്ഞു വരുന്നത് നമ്മൾ കർണാടകത്തിലെ കളക്ഷനാണ്. അതായത് കാന്താര എന്ന സിനിമ ഇവിടെ ഉണ്ടാക്കിയ ഓളം പോലെ തന്നെയാണ് കർണാടകത്തിൽ ഭ്രമയോഗം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ആദ്യ ദിനത്തെ കളക്ഷനായിട്ട് വരുന്നത് 41 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് എന്നുള്ളതാണ്. ഒരു കരിയർ അല്ലെങ്കിൽ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ഈ ഒരു സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നമുക്ക് കാണാമായിരുന്നു ഇന്നലെ എല്ലാ ഷോകളും തന്നെ, അല്ലെങ്കിൽ ഈവനിങ് ഷോസ് എല്ലാം തന്നെ അതിഗംഭീരമായിട്ടുള്ള തിരക്കായിരുന്നു എന്നുള്ളത്. അതായത് ഓൾമോസ്റ്റ് ഫുള്ള് തന്നെയായിരുന്നു എല്ലാ ഇടങ്ങളിലും. നൈറ്റ് ഷോസ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, നൈറ്റ് ഷോസ് എല്ലാം തന്നെ ഫുള്ളായിരുന്നു. ഇത് റെക്കോർഡ് തൂക്കി തന്നെയാണ്. അതായത് ജനങ്ങൾക്ക് ഒരു പ്രത്യേകത, നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ അവർ കണ്ണും പൂട്ടി അത് സ്വീകരിക്കുമെന്നുള്ളത് ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുകയാണ്. അതിന് കൂടുതൽ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഭ്രമയോഗം അതിഗംഭീരമായിട്ട് തന്നെയാണ് ജനഹൃദയങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയും ഒരു 10 വർഷമോ അല്ലെങ്കിൽ കഴിഞ്ഞ 15 വർഷമോ എടുത്തു നോക്കിയാൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച സിനിമയായി മാറുന്നു ഭ്രമയുഗം. ഒരുപക്ഷെ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ ഇതുവരെയുള്ള ചരിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്ര ഗംഭീര പെർഫോമൻസ് ഉള്ള ഒരു സിനിമയും ഇല്ല എന്ന് തന്നെ എടുത്തു പറയാം. ഒരുപക്ഷെ ഉണ്ട്, അതെല്ലാം ഈ സിനിമയുടെ താഴേക്ക് പോകുന്ന ലെവലിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് ചിലർ വരുമ്പോൾ വഴി മാറും അല്ലെങ്കിൽ കാലം മാറും എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മമ്മൂട്ടി ഓരോ സിനിമ വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് വരികയാണ്. ഈ മാസത്തെ കരിയർ ബെസ്റ്റ്, അതായത് കഴിഞ്ഞ മാസം ഒരു കരിയർ ബെസ്റ്റ് ഉണ്ടായിരുന്നു, ഈ മാസം അടുത്തത് വന്നു, ഇനി അടുത്ത മാസം അദ്ദേഹത്തിൻ്റെ സിനിമ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതും കരിയർ ബെസ്റ്റ് തന്നെയാണ്. 400-ന് മുകളിലുള്ള സിനിമകൾ അഭിനയിച്ച മമ്മൂട്ടി ഇത്രത്തോളം വ്യത്യസ്തമായിട്ട് വേഷപ്പകർച്ചകൾ ആടിത്തിമിർക്കുമ്പോൾ ഒരു കാര്യമേ പറയാനുള്ളൂ, അഭിനയ മോഹം തന്നെയാണ് ഒരാളെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കുന്നത്. അത് ഇപ്പോഴും ശമിക്കാത്ത മമ്മൂട്ടി തന്നെയാണ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നടനായി മാറിയിരിക്കുന്നത്. അതായത് തർക്കങ്ങളില്ല. ഇതുവരെ ആരുടെയെങ്കിലും മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഇനിയും തർക്കങ്ങളൊന്നുമില്ല. ഭ്രമയോഗം കാട്ടി തരുന്നത് അത് തന്നെയാണ്. ഭ്രമയോഗത്തിന് അതിഗംഭീരമായിട്ടുള്ള ബുക്കിംഗ് നമുക്ക് കാണാൻ കഴിയുന്നു. വെള്ളി, ശനി, ഞായർ ദിനങ്ങളിൽ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് എറണാകുളത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം ഓൾമോസ്റ്റ് ഫുള്ള് എന്ന് തന്നെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഡേവ് മീഡിയ.